ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ആണുകാണൽ ചടങ്ങിന് പങ്കെടുക്കാൻ പോവാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്തുണ്ട്. പെണ്ണ് അടുത്തു നിന്നല്ല, അങ്ങ് കോട്ടയത്തു നിന്നാണ് വരുന്നത്. പിന്നീട് അങ്ങോട്ട് പെണ്ണിനും കൂട്ടർക്കും വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞ ഒരു മണിക്കൂറാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചത്. ഓരോരുത്തർ ക്ഷീണിച്ച് ഉറങ്ങാൻ തുടങ്ങിയിട്ടോ. ചേട്ടനാണെങ്കിൽ കണ്ണിൽ എണ്ണ വെച്ച് ഗേറ്റിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെതാ ലാസ്റ്റ് അവരെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതെല്ലാവരും ഇറങ്ങി ഓടുകയാണ് കേട്ടോ. ഞങ്ങൾ കണ്ടിട്ട് ബാക്കി നിങ്ങൾ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് ഇതാ ചേട്ടൻ്റെ കൈയും കാലൊക്കെ നിന്ന് പറിക്കുന്നത് അറിയാനുണ്ടായിരുന്നേ. ചേച്ചി ഇത് ഓടി വന്നിട്ട് ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഫ്ലവറൊക്കെ കൊടുത്തങ്ങ് പോയി. അത് കഴിഞ്ഞ് അളിയൻ്റെ വക ഗിഫ്റ്റൊക്കെ കൊടുക്കലും കാര്യങ്ങളൊക്കെ. പിന്നത്തെ പൂരമൊന്നും പറയണ്ടല്ലോ. ആളായി, ബഹളമായി, കുടുംബക്കാരെ പരിചയപ്പെടലായി, വീടൊക്കെ ചുറ്റി കാണലായി, അങ്ങനെ തിരക്കായേ. കുട്ടി കംഫർട്ടബിൾ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഹോർലിക്സും നഗറ്റ്സൊക്കെ വന്നു. പിന്നെ എല്ലാവരും അതൊക്കെ കഴിക്കുന്ന തിരക്കിലായേ. ഈ കാണുന്നതെല്ലാം ഉണ്ടല്ലോ എൻ്റെ ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ചേച്ചി ഇങ്ങനത്തെ കുറേ തരം കഴിവുകളുണ്ട്. കഴിവ് കൂടിയ ഒരാളെയാണ് എൻ്റെ ചേട്ടന് ഭാര്യയായിട്ട് കിട്ടിയിട്ടുള്ളത്. മീറ്റില്ല എന്നുള്ള ഐശ്വര്യൻ്റെ വിഷമം മാറാൻ വേണ്ടി ഞാൻ അവർക്ക് ഒരു ഫ്ലവറൊക്കെ കൊടുത്ത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ബൊക്കറ്റ് ഉണ്ടല്ലോ, ഇതെല്ലാം ചേച്ചി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ചേച്ചിയുടെ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാവേ, നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്തു നോക്കൂ. അപ്പോൾ വാഴ നനയുമ്പോൾ കൂട്ടത്തിൽ ചിരിയും നനയട്ടെ എന്നുള്ള രീതിയിൽ ഈ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെച്ചേ. പിന്നെ അവർക്ക് കോംപ്ലൈൻറ്റ് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അവരുടെയും കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോവാണ്. ഞാൻ അവിടെ ചെന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാവോ? എന്നെ കൂട്ടാണ്ട് എൻ്റെ അമ്മ ഒറ്റയ്ക്കിരുന്ന് ബിരിയാണി കഴിക്കുന്നു ഗൈസ്. ആ വിഷമം സൈക്കോ വയ്യാണ്ട് അടുത്ത ട്രിപ്പിന് ഞാനും കയറിയിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം എന്താ അവർ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് അവരിതാ ഇറങ്ങി. അവർ പോയ ശേഷമാണ് നമ്മൾ ചേട്ടന് കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ നോക്കുന്നത്. ചേട്ടന് കിട്ടിയിട്ടുള്ളതൊരു വാച്ചായിരുന്നു കേട്ടോ, ഒരു അടിപൊളി വാച്ചായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബായ്.